നോക്കിയ മൊബൈൽ ഫോണിൻ്റെ ടാഗ് ലൈനാണ് കണക്റ്റിംഗ് പീപ്പിൾ. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഒരു ടാക്സ് കളക്ടർ കണക്ടറായിട്ട് മാറാണ്. മാത്യുവിൻ്റെ സമയത്ത് മാത്യു ഒരു ട്രെയിറ്ററായിട്ടാണ് ലോകം കണ്ടിരുന്നത്, വെറുക്കപ്പെടേണ്ട മനുഷ്യൻ. അവനെയാണ് ഈശോ വിളിക്കുന്നത്. മാത്യു അത് സെലിബ്രേറ്റ് ചെയ്യാണ് തൻ്റെ തിരിച്ചുവരവ്. മാത്യു ഒരു വലിയൊരു വിരുന്ന് നടത്തുന്നു. വിളിച്ചത് മുഴുവൻ കൂട്ടുകാരാണ്, അത് ചുങ്കക്കാരും പാപികളാണ്. ഇവരെല്ലാവരും വന്ന് മേശയിലിരിക്കുന്നു, ഈശോയുടെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ മാത്യു അവിടെ ഒരു കണക്ടറാവാണ്. ഈശോയ്ക്ക് അവരുടെ ലോകത്തേക്ക്, ഈ ചുങ്കക്കാരുടെ ലോകത്തേക്ക് കയറാനുള്ള ഒരു കണക്ടറായിരുന്നു മാത്യു എന്ന് പറയാം. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ മനസ്സിലാക്കി ഞങ്ങൾക്കും ഈശോയെ തൊടാൻ പറ്റും, ഞങ്ങൾക്കും രക്ഷയിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ആ മേശയിലുണ്ടാവാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കേരളം പ്രത്യേകിച്ച് ബോധേഡാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച്. ഇത് തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. പക്ഷെ ചില കൊലപാതകങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണരുകയാണ്. സർക്കാർ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. പിന്നെ നമ്മുടെ സംഘടനകളും കുട്ടികളൊക്കെ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നു, ലഹരി വിരുദ്ധ പ്രതിജ്ഞകൾ നടത്തുന്നു. നല്ല കാര്യങ്ങളാണ്, ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ വേണം. പക്ഷെ നമുക്ക് അവരുടെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചിന്തിക്കുക. ഈശോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈശോ അവരുടെ ലോകത്തേക്ക് കയറി ചെന്നാനെ. ഈശോ അവരുടെ കൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാനെ. ഈശോ അവരെ മനസ്സിലാക്കിയാനെ, കണക്ട് ചെയ്താനെ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നിസ്സഹായർ നമുക്കിവിടെ കാത്തിരിപ്പുണ്ട്. അവരോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ?